കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു കഞ്ഞിയുടെ റെസിപ്പിയാണ്. കുറച്ച് ശർക്കരയൊക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും ഇത് കഴിക്കാൻ പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കഞ്ഞി തയ്യാറാക്കിയിരിക്കുന്നത്. നവരയരി, മുതിര, ഉലുവ, ചെറുപയർ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ കഞ്ഞി തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം നമുക്ക് കുക്കറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന നവരയരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 മണിക്കൂർ കുതിർത്തെടുത്ത നവരയരിയാണ് കേട്ടോ. കുതിർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ് ഈ നവരയരി. ഏത് പ്രായക്കാർക്കും ഇത് ഒരുപോലെ കഴിക്കാവുന്നതാണ്. പെട്ടെന്ന് ദഹിക്കുന്നതാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന മുതിര ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 150 ഗ്രാം കാണും കേട്ടോ. ധാരാളം കാൽസ്യവും അയണും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് മുതിര. ഇത് എല്ലുകളുടെ ബലത്തിനും പ്രമേഹം കുറയ്ക്കാനൊക്കെ വളരെ സഹായകമാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുപയറാണ്. കുതിർത്ത് വെച്ചിരിക്കുന്ന 100 ഗ്രാം ചെറുപയർ ചേർത്ത് കൊടുക്കാം. പ്രമേഹം, കൊളസ്ട്രോൾ, വിളർച്ച, രക്തസമ്മർദ്ദം കുറയ്ക്കാനൊക്കെ ചെറുപയർ വളരെ നല്ലതാണ്. ഇനി 2 ടേബിൾ സ്പൂൺ ഉലുവ കുതിർത്തത് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഈ ഉലുവ നടുവേദന, നീർക്കെട്ട്, ചർമ്മത്തിനുണ്ടാകുന്ന വരൾച്ച, അതുപോലെ തന്നെ മുടികൊഴിച്ചിലൊക്കെ തടയാൻ വളരെ നല്ലതാണ്. ഈ ധാന്യങ്ങളെല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അതായത് 2ാം പാല് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തതാണ്. ഇത് 4 കപ്പോളം നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് 4 വിസിൽ വരെ, ഇത് അത്യാവശ്യം നന്നായിട്ട് കുതിർത്തെടുത്ത ധാന്യങ്ങളായതുകൊണ്ട് തന്നെ 4 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുതിർക്കാത്തതാണെങ്കിൽ കൂടുതൽ വിസിൽ വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും. ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലെ സ്റ്റീം പൂർണ്ണമായിട്ടും പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ധാന്യങ്ങളെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്താൽ ഉടഞ്ഞു വരുന്ന പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഞ്ഞിയല്ലേ തയ്യാറാക്കുന്നത്, മധുരക്കഞ്ഞിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ഒരു പരുവത്തിൽ മതിയാകും കേട്ടോ. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്, നമുക്ക് ചെറിയൊരു മധുരം വേണം. അതിനായിട്ട് നമ്മൾ ശർക്കര ഉരുക്കിയതാണ് ചേർക്കുന്നത്. ഇത് ഏകദേശം 200 ഗ്രാം ശർക്കര ആണ് കേട്ടോ. ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്. ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ശർക്കര ചേർക്കുമ്പോൾ നമ്മുടെ ഉലുവയുടെയൊക്കെ ആ ചെറിയ കയ്പുണ്ടല്ലോ, അതൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ശർക്കര ചേർത്ത് നമ്മൾ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയൊരു മധുരം, അതിനാവശ്യമുള്ള ശർക്കരയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. നമ്മൾ പായസത്തിലൊക്കെ ചേർക്കുന്ന പോലെ കണ്ടമാനം ശർക്കര ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിലെ കളർ ഇങ്ങനെ വരുന്നത്, മുതിരയൊക്കെ കുക്കാകുമ്പോൾ ഒരു കളർ വരുമല്ലോ, ആ ഒരു കളറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും ചുക്കും ഏലക്കയൊക്കെ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നതിന് പകരം കുക്ക് ചെയ്യുന്ന സമയത്ത് 1 സ്പൂൺ ജീരകം ഇട്ട് കുക്ക് ചെയ്താലും മതിയാകും കേട്ടോ. ഇതെല്ലാം ചേർത്ത് കുക്ക് ചെയ്യുമ്പോൾ ഈ കഞ്ഞിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഈ ഫ്ലെയിം തീരെ കുറച്ചിട്ടതിന് ശേഷം 1ാം പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 1ാം പാൽ ഞാനിവിടെ 1.5 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കഞ്ഞി നല്ല കുറുകിയ പരുവത്തിലായി കിട്ടും. അങ്ങനെ 1ാം പാൽ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. കഞ്ഞി നല്ല തിക്കായിട്ട്, അതായത് നല്ല കുറുകിയ പരുവത്തിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ധാന്യം കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വെന്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇനി അധിക സമയം ഇട്ട് കുക്ക് ചെയ്യേണ്ട, കാരണം ഇരിക്കും തോറും ഇത് കുറുകി വരും. ഈ ഒരു പരുവത്തിൽ നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കുക്കറിലാണ് കഞ്ഞി തയ്യാറാക്കിയിരിക്കുന്നത്. മൺപാത്രത്തിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ കഞ്ഞി ഒന്നുകൂടി ഹെൽത്തി ആയിരിക്കും. ഇതിലേക്ക് ഞാനൊന്ന് താളിച്ച് ചേർക്കുന്നുണ്ട്. 4-5 ചുവന്നുള്ളി നെയ്യിൽ താളിച്ചാണ് ചേർക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കഞ്ഞി ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ആ നെയ്യുടെ ഒരു ഫ്ലേവറൊക്കെ കഞ്ഞിക്ക് കിട്ടും. അങ്ങനെ താളിച്ച് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കർക്കിടക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കർക്കിടക മധുരക്കഞ്ഞിയാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ കുറച്ച് ധാന്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കർക്കിടക കഞ്ഞി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ കർക്കിടക കഞ്ഞിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കണേ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.